അടുത്ത ക്വസ്റ്റ്യൻ. സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പറിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഒരു മൂലയിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എത്ര? നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ ഉണ്ട്. സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പം 4 വശവും എന്താണ് സമചതുരായതുകൊണ്ട് സെയിം ആയിരിക്കും, 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഒരു മൂലയിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റി. അപ്പോ ഈ ഭാഗത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളം വീതിയുള്ള ഒരു സമചതുരം എന്ത് ചെയ്തു? മുറിച്ചു മാറ്റി. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പൊ ബാക്കി വരുന്ന ഈ ഭാഗത്തിന്റെ ചുറ്റളവ് എത്ര? ചുറ്റളവാണ് നമുക്ക് കാണേണ്ടത്, ചുറ്റളവ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇത് 10 ആണ്, ഇതും എന്താണ് 10 ആണ്. ഈ ലെങ്ത് എത്ര? ഇവിടുന്ന് 1 സെന്റിമീറ്ററിൻ്റെത് പോയി, അപ്പോ ബാക്കിയുള്ള ഭാഗം ഇവിടെ 9 വരും. ഇവിടെയും എത്ര വരിക? 9 വരിക. പിന്നെ ഇത് മുറിച്ചു മാറ്റിയാൽ ഈ ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ചുറ്റളവല്ലേ, നമ്മൾ മൊത്തം ചുറ്റളവ് കൂട്ടണം. അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇതും എന്താണ് 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ 9 + 1 10 വരും, ഇവിടെ 9 + 1 10 വരും. അപ്പോ 10 + 9 + 1 + 1 + 9 + 10 ഇതാണ് ടോട്ടൽ ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് 10 + 9 + 1 + 1 + 9 + 10 എത്ര കിട്ടാ? 40 തന്നെയാണ് എന്ത് ആൻസർ. അപ്പോ ഇനിഷ്യലി എത്രയായിരുന്നു ചുറ്റളവ്? അതന്നെ ആയിരിക്കും 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉള്ള ഒരു പേപ്പർ കഷ്ണം ഒരു മൂലയിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ കിട്ടുന്നത്. അപ്പോ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യം. 7 സംഖ്യകളുടെ ശരാശരി 9 ആണ്. സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര? ഓക്കെ, സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എന്താണ്? ശരാശരിനെയും 2 കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ 9 × 2 18 ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അതെങ്ങനെ വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. 7 സംഖ്യകളുടെ ശരാശരി 9 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതായത് A1 + A2 + A3 + A4 + A5 + A6 + A7 all divided by 7 = 9 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ സംഖ്യയും എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഓരോ സംഖ്യയും 2 × ഗുണിക്കും. ഓക്കെ, 2 × A1 + 2 × A2 + 2 × A3 + 2 × A4 അങ്ങനെ പോകും. അപ്പൊ എല്ലാ ടേമിലും കോമൺ ആയിട്ട് 2 ഉണ്ടാവും. അപ്പൊ കോമൺ ആയിട്ടുള്ള 2നെ നമുക്ക് പുറത്തെടുത്താൽ 2 × A1 + A2 + എക്സെട്ര + A7 കോമൺ ആയിട്ട് 2 പുറത്തെടുത്തു, ഡിവൈഡഡ് ബൈ 7 = എന്താണ്? 9 ആണ്. ഇതാണ് നമുക്ക് കണ്ടത് 2 കൊണ്ട് ഗുണിച്ചാൽ. ഓക്കെ, അപ്പോ ഇതിന്റെ വില 9 ആണ് മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോ 2 × 9 എത്ര? 18. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലാക്കുക. ശരാശരിയിലെ എല്ലാ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്താലും ശരാശരിനെയും അതെന്ത് ചെയ്യും? ബാധിക്കും. എല്ലാ നമ്പറിനെയും നമ്മൾ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ശരാശരിനെയും നമ്മൾ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, എല്ലാ നമ്പറിനെയും ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്മൾ ശരാശരിനെ എന്ത് ചെയ്യണം? ആ പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും ഒക്കെ ഇതേ റൂൾ തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. 3x - 2 = 1 എങ്കിൽ എക്സിന്റെ വില എന്ത്? എന്താ ചോദിച്ചുള്ളത്? 3x - 2 ഇതിന്റെ വില എത്ര? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതിയാല് 3x × 3 - 2 = 1 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് 3x ഡിവൈഡഡ് ബൈ 3² = 1. ഇനി ഈ 3² ഇങ്ങോട്ട് കൊണ്ടുപോയാലോ? അപ്പൊ എന്താ വരിക? 3x = 3² × 1. അപ്പോ
ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ് ബേസ്. അപ്പൊ എക്സ്പോണന്റ് എന്താണ്? ഇവിടെ x ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x ഈക്വൽ ടു 2 എന്ന് പറയാം. എക്സിന്റെ വില എത്രയാണ്? അപ്പോ 2. ഓപ്ഷൻ സി ആണെന്ന് കറക്റ്റ് ആൻസർ. ഓക്കെ. റൂട്ട് ഓഫ് 0.4 ഇൻറ്റു റൂട്ട് ഓഫ് 3.6 ഈക്വൽ ടു, ഇതിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? റൂട്ട് ഓഫ് 0.4 ഇൻറ്റു റൂട്ട് ഓഫ് 3.6 ഈക്വൽ ടു വാട്ട്? അപ്പൊ നമ്മൾ ഈ 0.4നെ 4 ആക്കി എഴുതണമെങ്കിൽ നമ്മൾ ഒരു ഡെസിമൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് 0.4നെ 4 ഇൻറ്റു 10⁻⁻1 റൂട്ട് എന്ന് എഴുതാം. ഇൻറ്റു 3.6നെ 36 ആക്കി എഴുതിയാൽ 36 ഇൻറ്റു 10⁻⁻1 റൂട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ റൂട്ടിന് പുറത്ത് 4 എടുത്താൽ 2 വരും. ഇവിടെ റൂട്ടിന് പുറത്ത് 36 എടുത്താൽ 6 വരും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 റൂട്ട് 10⁻⁻1 ഇൻറ്റു 6 റൂട്ട് 10⁻⁻1 which is equal to 2 ഇൻറ്റു 6 12 ഇൻറ്റു റൂട്ട് 10⁻⁻1 ഇൻറ്റു റൂട്ട് 10⁻⁻1 റൂട്ട് 10⁻⁻1 ഹോൾ സ്ക്വയർ എന്ന് വരും. which is equal to 12 ഇൻറ്റു റൂട്ട് 10⁻⁻1ന്റെ സ്ക്വയർ എടുത്താൽ ഈ റൂട്ട് പോവും. അപ്പോൾ 10⁻⁻1 എന്നുണ്ടാവും. ദാറ്റ് ഈസ് 1.2. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ഹെഡ് എന്നത് 9364 എന്നും മെയിൻ എന്നത് 8652 എന്നും എഴുതി എങ്കിൽ അതേ കോഡിൽ മെയ്ഡ് MADE എന്നത് എങ്ങനെ എഴുതും? എന്താ പറഞ്ഞുള്ളത്? ഹെഡ് എങ്ങനെ എഴുതി? 9364 എന്ന് എഴുതി. മെയിൻ എങ്ങനെ എഴുതി? 8652 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ മെയ്ഡ് MADE എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. ഇതില് ഫസ്റ്റത്തെ ലെറ്റർ എമ്മിനെ ഇവിടെ എമ്മിനെ കോഡ് ചെയ്തിരിക്കുന്നത് 8ലേക്കാണ്. അപ്പൊ ഇവിടെയും 8ലേക്ക് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ലെറ്റർ എ ആണ്. ഇവിടെ എനെ കോഡ് ചെയ്തിട്ടുള്ളത് 6ലേക്കാണ്. ഇവിടെ എനെ കോഡ് ചെയ്തിട്ടുള്ളത് 6ലേക്കാണ്. അപ്പൊ ഇവിടെയും എനെ കോഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? 6ലേക്കായിരിക്കും. അടുത്ത ലെറ്റർ ഡി ആണ്. ഡീനെ ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് 4ലേക്കാണ്. അപ്പൊ ഇവിടെ ഡീനെ 4ലേക്കാണ് കോഡ് ചെയ്യുക. അടുത്തത് ഇ ആണ്. ഇവിടെ ഈനെ 3ലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 3 ആണ്. അപ്പൊ നമ്മളെ ആൻസർ 8643. 8643 ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. അടുത്ത സംഖ്യ ഏത്? അതായത് ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 9, 20, 42, 86 എക്സെട്ര. ഇതിലെ അടുത്ത സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതെങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത്, സംഖ്യകൾ പ്രോഗ്രസ് ചെയ്ത് പോയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 9 കഴിഞ്ഞാൽ 20. 9ന്റെ 20ന്റെയും ഡിഫറൻസ് എത്ര വരുന്നത്? 11 ആണ് വരുന്നത്. 11 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 22 കിട്ടും. ഈ 22 പ്ലസ് 20 ആണെന്ത്? 42. ഓക്കെ, ഇനി 20ന്റെയും 42ന്റെയും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 22 ആണ്. 22 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 44 കിട്ടും. 44 പ്ലസ് 42 ആണെന്ത്? 86. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 86ന്റെയും 42ന്റെയും ഡിഫറൻസ് 44 ആണ്. 44 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 88. അപ്പോ 86 പ്ലസ് 88 ആയിരിക്കും ഇവിടെ വരിക. 86 പ്ലസ് 88, അതായത് 86 പ്ലസ് 88 എത്ര വരിക? 174. 174. അപ്പൊ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. 174 ആണ് അടുത്ത ലെറ്റർ ആയിട്ട് വരിക. ഒന്നുകൂടി പറയാം. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, ഇൻറ്റു 2. അത് ഇതിനെകൊണ്ട് പ്ലസ് ചെയ്താൽ നമുക്ക് അടുത്ത പദം കിട്ടും. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, ഇൻറ്റു 2.
ഇതിനെ കൂടെ പ്ലസ് ചെയ്താൽ ഇവിടുത്തെ കിട്ടും. ഡിഫറൻസ് എടുക്കുക ഇൻറ്റു 2 പ്ലസ് ഇതുകൊണ്ട് പ്ലസ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 6:40 എങ്കിൽ പ്രതിബിംബത്തിൽ സമയം എന്തായിരിക്കും? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണ്? 6:40 ആണ്. പ്രതിബിംബത്തെ സമയം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ പ്രതിബിംബത്തെ സമയം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സമയത്തിനെ 11.60 നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 11.60 നിന്ന് 6.40 മൈനസ് ചെയ്താൽ നമുക്ക് പ്രതിബിംബത്തിലുള്ള സമയം എത്രയെന്ന് കിട്ടും. ഓക്കെ, 0 0 പോയാൽ 0, 6 4 പോയാൽ 2, 11 6 പോയി കഴിഞ്ഞാൽ 5. അപ്പോ പ്രതിബിംബത്തില് 5:20 ആയിരിക്കും. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്ന സംഖ്യ ഏത്? ഏതൊക്കെയാണ്? 19, 29, 39, 41 ഇങ്ങനെ 4 സംഖ്യ തന്നിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ 19, 29, 39, 41. 19 എന്താണ്? പ്രൈം നമ്പർ ആണ്. 19നെ നമുക്ക് 19 × 1 എന്നുള്ള രീതിയിൽ മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റില്ല. 29നെ 29ഉം പ്രൈം നമ്പർ അല്ലേ? യെസ്. 29നെ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ? ഇല്ല. 39 പ്രൈം നമ്പർ ആണോ? 39 × 1 എഴുതാം. പിന്നെ 13 × 3 എഴുതാം. 13 × 3 എന്താ? 39. അപ്പൊ 39 എന്തല്ല? പ്രൈം നമ്പർ അല്ല. 41 നോക്കാം. 41 × 1 എഴുതാം. 41നെ വേറെ രീതിയിൽ എഴുതാൻ കഴിയോ? ഫാക്ടറൈസ് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പോ 39 ആണ് ഇവിടെ പ്രൈം നമ്പർ അല്ലാത്തത്. ബാക്കിയെല്ലാം പ്രൈം നമ്പർ ആണ്. അപ്പോ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് 39. അടുത്ത ചോദ്യം. എ മൈനസ് ബി എന്നാൽ എ ബിയുടെ മകനാണ്. എ ഇൻറ്റു എന്നാൽ ബി എയുടെ സഹോദരിയാണ്. എ ഹരിക്കണം ബി എന്നാൽ എ ബിയുടെ സഹോദരനാണ്. എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ അമ്മയാണ്. എങ്കിൽ എസ് ഇൻറ്റു ആർ മൈനസ് ബി ഹരിക്കണം ക്യൂ എന്നതിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട്? എ മൈനസ് ബി എന്നാല് ബി എയുടെ മകനാണെന്ന് തന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാല് ബി എയുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഹരിക്കണം ബി എന്നാൽ എ ബിയുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എസ് ഇൻറ്റു ആർ മൈനസ് ബി ഹരിക്കണം ക്യൂ. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഫാമിലി ട്രീ ഒന്ന് വരച്ചു നോക്കാം. എന്താ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്? എസ് ഇൻറ്റു ആർ മൈനസ് ബി ഹരിക്കണം ക്യൂ. എസ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എ ഇൻറ്റു ബി എന്നാൽ ബി എയുടെ സഹോദരിയാണെന്നാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ആറ് എസിന്റെ സഹോദരിയാണെന്നാണ് അർത്ഥം. അപ്പോ ഫാമിലി ട്രീ വരയ്ക്കുമ്പോ ആറ് സഹോദരിയാണ്. ആരുടെ? എസിന്റെ സഹോദരി ആണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ആർ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ മൈനസ് ബി നമുക്കറിയാം എ മൈനസ് ബി എന്നാൽ എന്താ? ബി എയുടെ മകനാണ് എന്നാണ് അർത്ഥം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി എയുടെ മകനാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ആർ മൈനസ് പി എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ എഴുതാം? പി ആറിന്റെ മകനാണ് എന്ന് അർത്ഥം. ഓക്കെ, പി ആറിന്റെ മകനാണ് എന്നാണ് അർത്ഥം. പി ആറിന്റെ മകനാണ് എന്നർത്ഥം. ഓക്കെ, ആർ മൈനസ് പി. ഇനി പി ഹരിക്കണം ക്യൂ. പി ഹരിക്കണം ക്യൂ നമുക്കറിയാം എ ഹരിക്കണം ബി എന്നാൽ എന്താ തന്നിട്ടുള്ളത്? എ ബിയുടെ സഹോദരനാണ് എന്നാണ് അർത്ഥം. എ ബിയുടെ സഹോദരനാണെന്ന് അർത്ഥം. അപ്പൊ പി ഹരിക്കണം ക്യൂ എന്ന് പറഞ്ഞാല് പി ക്യൂവിന്റെ സഹോദരനാണെന്ന് അർത്ഥം. പി ക്യൂവിന്റെ സഹോദരൻ. അപ്പൊ ക്യൂ ഇവിടെ ഉണ്ട്. ഇവര് രണ്ടുപേരും എന്താണ്? സഹോദരനാണ്. പി ക്യൂവിന്റെ സഹോദരനാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മളോട് എന്തൊക്കെയാണ് നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? പി ക്യൂ എന്നിവരുടെ അമ്മയാണ് ആർ. പിന്റെയും ക്യൂവിന്റെയും അമ്മയാണ് ആര്? ആർ. ശരിയാണ്.
അല്ലെ? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശരിയായി കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം നമുക്ക്. പി എസിന്റെ മകളാണ്. പി എസിന്റെ മകളാണോ? അല്ല, തെറ്റാണ്. പി ക്യു എന്നിവരുടെ അച്ഛനാണ് ആർ. പിന്റെയും ക്യൂവിന്റെയും അച്ഛനാണോ ആർ? അല്ല, അമ്മയാണ്. അമ്മയാണ്. ഓക്കെ, അച്ഛനല്ല. അടുത്തത് ഡി. എസിന്റെ അമ്മാവനാണ് ക്യൂ. എസിന്റെ അമ്മാവനാണ് ക്യൂ. അല്ല, ക്യൂവിന്റെ അമ്മാവനാണ് എസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ.